ഹലോ ഗൈസ്, കുപ്പിവിള ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഇവിടെ മൂന്നാറിലാണുള്ളത്. എല്ലാവരും കൂടി നമ്മൾ ഫാമിലി ടൂർ പോയതാണ്. എന്ത് മനോഹരമായ സ്ഥലമാണ്. പക്ഷേ നമ്മളെന്താ പറയുക, ഉദ്ദേശിച്ച പോലെയൊന്നും വലിയ ഇതൊന്നും കാണാനില്ല. മൂന്നാറിൽ കാണാൻ കുറച്ച് തേയിലത്തോട്ടങ്ങളും അതും ഇതൊക്കെ ഉള്ളൂ. വേറെ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെ അവിടെയൊന്നുള്ള പോലെ കാണാനൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല കാണാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ദിവസം മാത്രമേ ഇവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ വരുന്ന വഴിയിൽ നിന്ന് എടുത്തതാണ് ഈ വീഡിയോസ്. പിന്നെ കാണാനൊന്നും വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. പിന്നെ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. 300 ചില്ലറ കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ മക്കളും കൂടി ഒരു ചെറിയൊരു യാത്ര വന്നതാണ്. പിന്നെ ഒരു സന്തോഷമല്ലേ നമ്മളിങ്ങനെ നാടൊക്കെ കണ്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു മനസ്സിനൊരു ഇത് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ടെൻഷനൊക്കെ മാറാനും കുറച്ച് സന്തോഷങ്ങൾ കണ്ടെത്താനും ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ചെറിയ ചെറിയ യാത്രകളിൽ വന്നാൽ നമുക്ക് കുറേ ടെൻഷനുകളും കുറേ ഇതെല്ലാം ഒഴിവാകും. പിന്നെ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുന്ന വഴിയാണിത്. ഇതിപ്പോൾ മൂന്നാർ ഒരു എന്താ പറയുക, അതിൻ്റെ ഏറ്റവും ഇതന്നെയാണുള്ളൂ. മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാൻ ഇത്രയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാണാൻ വലിയ കാഴ്ചകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊന്നുമില്ല. കുറച്ച് കോടയും പിന്നെ കുറച്ച് തേയിലത്തോട്ടങ്ങളും കുറച്ച് എന്താ പറയുക, ഇങ്ങനെ നിരപ്പായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. റോഡ് വീതി കൂട്ടുന്നതാണെന്ന് തോന്നുന്നത്. കുറച്ച് പാറക്കെട്ടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. കടയൊക്കെ കുറവാണ്. കടയും ടൗണുകളെല്ലാം കാണ്ടിക്കൽ അങ്ങ് കുറച്ച് ദൂരം പോകാനുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കുറേ യാത്ര ഓടിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയത്. കുറച്ച് ഒരു കട പോലുമില്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഒരു മനസ്സിനൊരു കുളിർമ കിട്ടുന്നൊരു യാത്ര, അത്ര തന്നെയുള്ളൂ. അല്ലാണ്ട് നമ്മളെല്ലാ എന്താ പറയുക, ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. ഇവിടെയൊക്കെ പ്രത്യേകിച്ചും കണ്ട പാറ അങ്ങനെയുള്ള ഇതെല്ലാം ഇടിച്ചിട്ടാണ് ഇവിടെ റോഡ് വീതി കൂട്ടുന്നത്. അങ്ങനെ സൈഡിൽ വെള്ളം പോകാനുള്ള ഇങ്ങനെ ചെറിയ ഊചാലൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ സിമെൻ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ യാത്ര ചെയ്യാൻ നല്ല സൗകര്യമുള്ള റോഡാണ്. അങ്ങനെ ട്രാഫിക്കോ അങ്ങനെ അതൊന്നും ഇല്ലാത്തൊരു സ്ഥലം. നല്ല അടിപൊളിയ സ്ഥലങ്ങളാണ്. വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഇതന്നെയാണ് ഇവിടെ കാണാനുള്ള സ്ഥലം. നല്ല കണ്ടോ, ഇത് നല്ല എന്താ പറയുക, നല്ല അതിമനോഹരമായ മരങ്ങളും പിന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പിന്നെന്താ പറയുക, എല്ലാവരുടെയും ഉള്ളതുപോലെ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഇവിടെ. വെറും തേയിലത്തോട്ടം തന്നെ, തികച്ചും തേയിലയാണുള്ളത്. പിന്നെ റോഡ് പണിയെടുക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ പണിയെടുക്കുന്നുണ്ട്. വണ്ടിയൊക്കെ ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. പക്ഷേ എന്താ പറയുക, വലിയ ടൗണുകളോ അങ്ങനെയുള്ള വലിയ ചെറിയ ചെറിയ ഒറ്റ വാഹനങ്ങൾ മാത്രമേ ഇതിലോട്ട് പോകുന്നുള്ളൂ. അത് ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മളെപ്പോലെ ടൂർ വന്നവരൊക്കെ പോകുന്ന വാഹനങ്ങളാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ ബസ്സുകൾ പോകുന്നുണ്ട്. അല്ലാതെ വേറെ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉള്ളതുപോലെ കണ്ണൂർ ജില്ല, കോഴിക്കോട് അങ്ങനെയുള്ളതുപോലെ ട്രാഫിക് ജാം അങ്ങനെയൊന്നുമില്ല. നല്ല ഒഴിഞ്ഞ സ്ഥലമാണ്. ഒരുപാട് ദൂരം ഇങ്ങനെ എന്താ പറയുക, റോഡ് പണി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി റോഡാണ്, അതാ ഏറ്റവും പറയാനുള്ളത്. നല്ല റോഡാണ്. പിന്നെ നമ്മൾ കൊച്ചി, ഇടുക്കി, തൃശ്ശൂർ അങ്ങനെയൊക്കെ അതേ വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്കൊരുപാട് യാത്ര ചെയ്യാനുണ്ട്. തിരിച്ച് പോകുന്ന വഴിയാണിത്. 300 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറേ പോകാനുണ്ട്.
അതുകൊണ്ട് ഇതാ ഇടയ്ക്കൊക്കെ ഓരോ ബസ്, ഓരോ ജീപ്പ്, കാറ് അങ്ങനെയൊക്കെ പോകുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ നല്ല വലിയ ബസ്സൊക്കെ ടൂറ് ഇങ്ങനെ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. റോഡുമ്മേൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ എന്താ പറയുക ഒഴുകി പോകുന്നത് പോലെയുള്ളൊരു ഫീലാണ്. അങ്ങനെ കട്ടിങ്ങോ അല്ലെങ്കിൽ